ടൈം പാസ് മീഡിയ വീക്ക്ലി മൂവി ടോക്സ്. ബ്രഹ്മയുഗത്തിനു ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാൽ നായകനായി എത്തുന്ന ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചു. DS ഇറേ എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. മരണമാസ് OTT റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു. May 15 സോണി ലൈവ്. മോഹൻലാൽ അൻവർ റഷീദ് കൂട്ടുകെട്ടിലെ ഏറ്റവും വലിയ വിജയമായ ചോട്ടാ മുംബൈ റിലീസിൽ എത്തുന്നു. May 21 തിയേറ്ററുകളിൽ. തുടരും 2018 സിനിമയുടെ കളക്ഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് കേരള ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറി. സർക്കിട്ട്, പടക്കളം, പ്രിൻസ് ആൻഡ് ഫാമിലി എന്നീ ചിത്രങ്ങൾ ഈ വീക്കിൽ തിയേറ്ററുകളിൽ ഇറങ്ങി. ആസിഫ് അലി തകർത്തഭിനയിച്ച സർക്കിട്ട് എന്ന ചിത്രത്തിന് പോസിറ്റീവ് റിവ്യൂസ് ആണ് ലഭിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും തിയേറ്റർ കളക്ഷൻ താരതമ്യേന കുറവാണ്. സുരാജ്, ഷറഫു എന്നിവർ അഭിനയിച്ച മികച്ച ഫാന്റസി കോമഡി ചിത്രമാണ് പടക്കളം. പോസിറ്റീവ് റിവ്യൂസ് ആണ് ഈ ചിത്രത്തിന് ലഭിക്കുന്നത്. റീസെൻ്റ്ലി വന്ന ദിലീപ് ചിത്രങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച റിലീസ് ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിന് ബെറ്റർ റിവ്യൂസ് ആണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത്. ആദ്യ ദിനം തന്നെ 1 കോടിക്കടുത്ത് കളക്ട് ചെയ്യാനും ഈ ചിത്രത്തിന് സാധിച്ചു. സർക്കിട്ടിന് ശേഷം തമർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന് ഡോൾബി ദിനേശൻ എന്ന പേര് റിവീൽ ചെയ്തു. നിവിൻ പോളിയാണ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത്. ജയിലർ 2 വൻ താരനിര. രജനീകാന്ത്, മോഹൻലാൽ, ശിവരാജകുമാർ എന്നിവർക്ക് പുറമെ തെലുങ്ക് സൂപ്പർ സ്റ്റാർ ബാലയെയും അണിനിരക്കുന്നു. അമൽ നീരദിന്റെ വരാനിരിക്കുന്ന ചിത്രത്തിൽ ലാലേട്ടൻ ലീഡ് റോളിൽ എത്തുമെന്ന് പറയപ്പെടുന്നു. ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.